ഇത് മൂന്നും വിൻ ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് സക്സസ്ഫുൾ ആവുള്ളൂ. നമ്മൾ ജനിച്ചപ്പോൾ മുതലേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സെയിൽ നടത്തുന്നുണ്ട്. ഇത് മൂന്നുമാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ബിസിനസ്സുകാർക്ക് ഇല്ലാത്തത്. Greenlives Coaching and Training Solution. എല്ലാവരും എന്തെങ്കിലുമൊക്കെ വിൽക്കുന്നുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, യുവർ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ എബിലിറ്റി ടു സെൽ. നിങ്ങളുടെ സക്സസ് നിർണ്ണയിക്കുന്നത്, ജീവിതത്തിൽ വിജയിച്ച ആളുകളെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരുടെ സക്സസ് നിർണ്ണയിക്കുന്നത് അവരുടെ വിൽക്കാനുള്ള കഴിവാണ്. യുവർ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ എബിലിറ്റി ടു സെൽ. വിൽക്കാനുള്ള നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ സക്സസ് നിർണ്ണയിക്കുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിലെ സക്സസ് നിർണ്ണയിക്കുന്നത് ബേസിക്കലി എന്താണ്? ഒരു നല്ല ഓണ്ടർപ്രണർ ആവണമെങ്കിൽ, ഒരു നല്ല സെയിൽസ്മാൻ ആവണമെങ്കിൽ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് എന്ത്? സെയിലിംഗ്. അപ്പോൾ ഈ സെയിൽസ് എന്നുള്ളത് ജനിക്കുമ്പോഴേ ഉണ്ടാവുന്നതാണോ? ഗ്രേറ്റ് സെയിൽസ് പീപ്പിൾ ആർ മെയ്ഡ്. ഗ്രേറ്റ് സെയിൽസ് പീപ്പിൾ ആർ മെയ്ഡ്. നമ്മൾ പറയാറുണ്ട് ഗ്രേറ്റ് പബ്ലിക് സ്പീക്കേഴ്സ് ആർ മെയ്ഡ്. ലോകത്തെ മഹാന്മാരായ പബ്ലിക് സ്പീക്കേഴ്സും എല്ലാവരും എന്താണ്? ജനിക്കപ്പെടുന്നതല്ല, അവർ ആകുന്നതാണ്. സോ ഗ്രേറ്റ് സെയിൽസ് പീപ്പിൾ ആർ മെയ്ഡ്, നോട്ട് ബോൺ. അപ്പോൾ എന്ത് ചെയ്യണം? സെയിൽസിൽ നമുക്ക് ഇഫക്റ്റീവായിട്ട് സെയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ലേൺ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ കസ്റ്റമേഴ്സ്, ഹൗ ടു നെഗോഷിയേറ്റ്, എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യണം, എങ്ങനെ അനുരഞ്ജനം ചെയ്യണം, എങ്ങനെ വിൻ വിൻ അപ്ലൈ ചെയ്യണം, ഹൗ ടു ഇൻഫ്ലുവൻസ് യുവർ കസ്റ്റമേഴ്സ്, അൾട്ടിമേറ്റ്ലി ഹൗ യു കെയർ യുവർ കസ്റ്റമേഴ്സ്. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരോട് നിങ്ങൾ ആശയവിനിമയം നടത്തുന്നത്, എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെയിൽസിൽ നിങ്ങളുടെ സക്സസ് നിർണ്ണയിക്കുന്നത്. നമ്മൾ ജനിച്ചപ്പോൾ മുതലേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സെയിൽ നടത്തുന്നുണ്ട് അല്ലേ? നമ്മൾ പറയും കരയുന്ന കുട്ടിക്കാ പാലുള്ളൂ. കരയുക എന്നുള്ളത് എന്താണ്? നമ്മൾ അറ്റൻഷൻ പിടിക്കുകയാണ്. കരയുക എന്നുള്ളത് പേരൻസിന്റെ അറ്റൻഷൻ പിടിക്കുകയാണ്. അപ്പൊ അന്ന് മുതലേ നമ്മൾ സെയിൽ നടത്തുന്നുണ്ട്. എല്ലാ സെയിൽസും എന്താവണമെന്നില്ല, പണത്തിന് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ മണി ആവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും റിവാർഡ്സ് ആവാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജനിച്ചു മുതൽ മരിക്കുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ എന്തുണ്ട്? എവ്രിബഡി ഈസ് സെല്ലിങ്. സോ സെയിൽസ് പ്രൊഫഷനിലേക്ക് വരുമ്പോൾ, സെയിൽസ് പ്രൊഫഷൻ ഈസ് ദ 7th ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ ഓഫ് മൾട്ടി ബില്യണേഴ്സ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മൾട്ടി ബില്യണേഴ്സിനെ സൃഷ്ടിച്ചതിൽ 7th ബിഗ്ഗസ്റ്റ് പ്രൊഫഷൻ ആണെന്ത്? സെയിൽസ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ പ്രൊഫഷൻ. നമ്മുടെ നാട്ടിൽ ഇതിന് വില ഉള്ള കാര്യമില്ല. ഇന്റർനാഷണലി കോടീശ്വരന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 7th കോൺട്രിബ്യൂട്ടർ ആണ് ആര്? സെയിൽസ് പ്രൊഫഷൻ. സെയിൽസ് പ്രൊഫഷണൽസ് ആർ ദ ബെസ്റ്റ് സിഇഒസ് ഇൻ ദ വേൾഡ്. ലോകത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് സിഇഒസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ലോകത്തെ ഏറ്റവും ടോപ്പ് കമ്പനിയുടെ ബെസ്റ്റ് സിഇഒസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദേ കം ഫ്രം സെയിൽസ് ബാക്ക്ഗ്രൗണ്ട്. അത് സിഇഒസ് മാത്രമല്ല, ട്രെയിനേഴ്സ് ആവട്ടെ, കോച്ചസ് ആവട്ടെ, റൈറ്റേഴ്സ് ആവട്ടെ, ഈവൻ ഡയറക്ടേഴ്സ് ആവട്ടെ, ഫിലിം ഡയറക്ടേഴ്സ് ആകട്ടെ, അവരൊക്കെ വരുന്നത് അവർക്കൊക്കെ ദേ ഹാവ് എ സെയിൽസ് ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ അവരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദേ ഹാവ് എ സെയിൽസ് ബാക്ക്ഗ്രൗണ്ട്. And 25% of the sales are 25% of the CEO are from sales profession. 25% CEOസും വരുന്നത് ലോകത്തുള്ള മൊത്തം സിഇഒസിനെ, വേൾഡിലെ സിഇഒസിനെ എടുത്തു നോക്കുമ്പോൾ 25% CEOs are from sales background. So selling is a win-win game. Selling എന്ന് പറഞ്ഞാൽ selling is not cheating. Selling is a win-win game. എന്താണ് win-win എന്ന് പറഞ്ഞാൽ എന്താണ്? Actually what is win-win? എന്താണ് വിൻ-വിൻ? വിൻ-വിൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിൻ-വിൻ എന്നുള്ള ആ തിയറി എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റീഫൻ ആർക്കോവെ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത തിയറിയാണ് വിൻ-വിൻ തിയറി. വാട്ട് ഈസ് വിൻ-വിൻ? എനിബഡി നോസ് വിൻ-വിൻ തിയറി? ജയം സിദ്ധാന്തം. ശരിക്കും ഒരു കമ്പനിയൊക്കെ എങ്ങനെയാവണം? നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങളുടെ കമ്പനീൻ്റെ ഫിലോസഫി വിൻ വിൻ വിൻ. 3 വിൻ ഉണ്ടാവണം. ഒന്നാമത്തെ വിന്ന് കസ്റ്റമേഴ്സ് വിജയിക്കണം, രണ്ടാമത്തെ വിന്ന് ടീം വിജയിക്കണം, മൂന്നാമത്തെ വിന്ന് ബിസിനസ് ഓണർ വിജയിക്കണം. ഇത് 3 വിൻ ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് സക്സസ്ഫുൾ ആവുള്ളൂ. കസ്റ്റമേഴ്സ് എങ്ങനെ വിജയിക്കുക? കസ്റ്റമേഴ്സിന് ദേ വാണ്ട് ടു ഗെറ്റ് വാല്യൂ ഫോർ മണി. അവർക്ക് അവർ തരുന്ന പണത്തിനുള്ള മൂല്യം കിട്ടുമ്പോഴാണ് നമ്മുടെ ബിസിനസ്, നമ്മുടെ കസ്റ്റമേഴ്സ് വിജയിക്കുക. ടീം എങ്ങനെ വിജയിക്കുക? ടീം വിജയിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് 3 കാര്യങ്ങളാണ് എൻ്റെ റിസർച്ചിൽ ഞാൻ കണ്ടെത്തിയത്. 3 കാര്യങ്ങൾ കിട്ടുമ്പോഴാണ് ടീം വിജയിക്കുക. ഒന്ന്, നിങ്ങളുടെ ടീം മീൻസ് യുവർ എംപ്ലോയീസ് എന്ത് വേണം? ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവണം. 2, കരിയർ ഗ്രോത്ത് ഉണ്ടാവണം. 3, അവർക്ക്
പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എംപ്ലോയീസ് നിങ്ങളുടെ കമ്പനിയിൽ നിൽക്കുള്ളൂ. ഒന്ന് ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇന്നത്തെ ന്യൂ ജനറേഷൻ നോക്കുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. 2 അവർക്ക് എന്താ വേണ്ടത്, അവർക്ക് ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവണം. 3 കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവണം. അവർക്ക് എന്താണ് പ്രൊമോഷൻസ് കിട്ടിയിട്ട് അവർക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റുന്ന കമ്പനി ആവണം. അപ്പോഴാണ് നിങ്ങളുടെ ടീം വിജയിക്കുക. ഇനി ആസ് എൻ ഓണ്ടർപ്രണർ, ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റുക? നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നിങ്ങൾക്ക് എന്ത് വേണം, ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവണം. തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവണം. വേണ്ടി പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ ബിസിനസ് ചെയ്യുന്നത് റവന്യൂവിലും പ്രോഫിറ്റിലും എല്ലാ വർഷവും ഗ്രോത്ത് ഉണ്ടാവണം. പിന്നെ എന്താ ഒരു ബിസിനസ് ഓണർക്ക് വേണ്ടത്? രണ്ടാമത് ബിസിനസ് ഓണർക്ക് വേണ്ടത് ബ്രാൻഡ് ഗ്രോത്ത് ഉണ്ടാവണം. ബ്രാൻഡ് ഗ്രോത്ത്, അവിടെ ബ്രാൻഡ് എന്ത് ചെയ്യണം? എംപ്ലോയീസിന് കരിയർ ഗ്രോത്ത് ആണെങ്കിൽ ഓണേഴ്സിന് ബ്രാൻഡ് ഗ്രോത്ത് ഉണ്ടാവണം. മൂന്നാമത് എന്താ വേണ്ടത്? മൂന്നാമത് വേണ്ടത് ടൈം ഫ്രീഡം ആണ്. ഇത് 3ആണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ബിസിനസ്സുകാർക്ക് ഇല്ലാത്തത്. ടൈം ഫ്രീഡം ഇല്ല, ബ്രാൻഡ് ഗ്രോത്ത് ഇല്ല, ഫൈനാൻഷ്യൽ ഗ്രോത്തും ഇല്ല. ഞാൻ ഈ ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജോലി ചെയ്താൽ പോരെ. അപ്പോൾ ഇത് 3 കിട്ടുമ്പോഴാണ് ഒരു കമ്പനി, അപ്പോൾ ട്രയാങ്കിൾ കറക്റ്റ് ആവുള്ളൂ. ദാറ്റ് മസ്റ്റ് ബി യുവർ ബിസിനസ് ഫിലോസഫി. Greenlives Coaching and Training Solution.